അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറെ ആദരണീയരായ സാദാത്യങ്ങളും ഉലമാക്കളും മഹാന്മാരുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ്. ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ അവസരവും അല്ല. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിന് ഇത്രയും വലിയ ഒരു കാരുണ്യ പ്രവർത്തനം നടത്താൻ റബ്ബ് തൗഫീഖ് നൽകി എന്നതിന് എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. മദീന മുനവ്വറയും പരിസരവും ഒരു ഇസ്ലാമിക് സൊസൈറ്റിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങനെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് ധാരാളമായി അവിടെ കാണാൻ സാധിക്കും. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം താമസിക്കുന്ന ഏകദേശം 100ഓളം അന്തേവാസികളുണ്ട്. അതിലൊരു 70 ആളുകൾ സ്ഥിര അംഗങ്ങളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അംഗങ്ങളെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട ഒരു സ്വഹാബി, നല്ല ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, അലാ തതസവ്വജ്, മോനെ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? റബീഅത്ത് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ആ ചോദ്യത്തിന് മുമ്പിൽ അല്പം തബ്ബനായി നിന്നുപോയി. അല്പസമയത്തെ താമസത്തിന് ശേഷം പറഞ്ഞു, നബിയെ, ഞാൻ പിന്നീട് മറുപടി പറഞ്ഞാൽ പോരെ? നബി തങ്ങൾ സമ്മതം കൊടുത്തു. ദിവസങ്ങൾ അധികം പിന്നിടാതെ രണ്ടാമതൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലാ തതസവ്വജ്, നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ? എന്ത് മറുപടി പറയണം എന്നറിയാതെ നബി തങ്ങളെ മുമ്പിൽ ഇങ്ങനെ വിഷമിച്ച് നിന്ന അദ്ദേഹം ഒന്നുകൂടി താമസം ചോദിച്ചു. അധിക താമസിയാതെ നബി തങ്ങൾ മൂന്നാമതൊരു തവണ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അലാ തതസവ്വജ്, നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ? അപ്പം ആ സ്വഹാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്കാരെങ്കിലും ഒരു കല്യാണം കഴിപ്പിച്ചു തരുമോ? കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം, സമയം എല്ലാം എൻ്റെ മനസ്സിനുണ്ട്, ശരീരത്തിനുണ്ട്. പക്ഷെ എനിക്കാരാണ് കല്യാണം കഴിച്ചു തരിക? വ അന കമാ തഅലമു യാ റസൂലല്ലാഹ്, എൻ്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്കറിയാലോ. ലാ അർളലി, ഭൂമിയിൽ ഒരു സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലില്ല. വലാ ബൈത്തലി, ഒരു ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചെറ്റ കുടില് പോലും എനിക്കില്ല. വലാ ഒരു ദിർഹമും എൻ്റെ കയ്യിലില്ല. 10 പൈസയും ഇല്ല, ഒരു കുടിലും ഇല്ല, ഒരു ഭൂമിയും ഇല്ലാത്ത എനിക്കാരാണ് നബിയെ കല്യാണം കഴിച്ചു തരിക? അതങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഒരു തറവാട് വീട് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ആ വീട്ടുകാരെ സമീപിക്കണം. അവിടെ ഇന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം ചെയ്ത് തരുമോ എന്ന് പോയിട്ട് ചോദിക്കണമെന്നോ. ആ സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം ഞാനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ആൾ. പോകാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞത് അവിടുത്തെ വലിയ തറവാട്, അവിടേക്ക് ഒരു ബ്രോക്കറോ മറ്റോ ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് അതിലുണ്ടെങ്കിൽ അവരെങ്കിലും പോയിട്ട് പറഞ്ഞോളൂ. ഇത് നേരെ അദ്ദേഹം തന്നെ പോയിട്ട് ചോദിക്കാണ് വേണ്ടത്. മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടും അദ്ദേഹം ആ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. മനസ്സിൻ്റെ അവസ്ഥ ഏതാ? ഏതായാലും നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ സ്വഹാബി നടന്നു. വീടിൻ്റെ പരിസരത്തെത്തി നോക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ സിറ്റ് ഔട്ടിൽ തന്നെ ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും ഉണ്ട്. റബീഅത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ അതിപാവപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർ ആ വീട്ടിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, ആന റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് സലാം ചൊല്ലി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ആളാണ് ഞാൻ, ആ അടിസ്ഥാനത്തിൽ വരികയാണ്. അത് കേട്ടപ്പോൾ ആ പാവപ്പെട്ട സ്വഹാബിയെ അവർ അതിരറ്റം ബഹുമാനിച്ച് സ്നേഹിച്ചു. നബിതങ്ങൾ പറഞ്ഞയച്ച ആളല്ലേ? അവർ സ്വീകരിച്ച് ഇരുത്തി പ്രാഥമിക മര്യാദകളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണാവോ വന്നത് എന്ന് ചോദിച്ചു. അപ്പ സ്വഹാബി പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പേരുള്ള പെൺകുട്ടിയുണ്ടോ?
ഉണ്ടെങ്കിൽ ആ കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ അയച്ചതാണ്. അത് കേട്ടപ്പോൾ ഉമ്മയും വാപ്പയും ഒന്ന് അകത്തേക്ക് പോയി അവരുടെ ഒരു ചെറിയ സംസാരം, ആ സംസാരത്തിൽ ഇടപെടുന്നുണ്ട് ആ വീട്ടിലെ പെൺകുട്ടി. എന്താണ് അപ്പം അവർ പറഞ്ഞു, മുത്തുനബി പറഞ്ഞയച്ച ആളാണ് നിന്നെ കല്യാണം അന്വേഷിക്കാൻ. ആ മോളും വീട്ടുകാരും കൂടി ആലോചിക്കുന്നു, നബിതങ്ങൾ പറഞ്ഞയച്ചതാണോ എന്നാ പിന്നെ അയാളെപ്പറ്റി നമ്മൾ പരിശോധിക്കേണ്ടതില്ല. പണമുണ്ടോ, സൗകര്യമുണ്ടോ, ബാക്കിയുള്ളതുണ്ടോ ഒന്നും നോക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച ആളാണോ എങ്കിൽ നമുക്ക് സമ്മതം കൊടുക്കാം. വീട്ടുകാർ പുറത്ത് വന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടിയെ കണ്ടോളൂ. അവർ രണ്ടുപേരും കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. കല്യാണത്തിൻ്റെ കാര്യത്തിന് തടസ്സമില്ലെന്ന് വീട്ടുകാർ അറിയിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊരു നടത്തമുണ്ട്. അതെന്തൊരു വേഗതയിലാണ്, അതെന്തൊരു ആവേശത്തിലാണ്, അതെന്തൊരു സന്തോഷത്തിലാണ്. ആ തിരിച്ച് നടന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഏറ്റവും നല്ല കുടുംബത്തിലേക്കാണ് തങ്ങൾ എന്നെ അയച്ചത്. ഏറ്റവും നല്ല ആളുകളെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അവരെ എല്ലാ സൗകര്യമുള്ള ആളുകളായിട്ടും ഈ പട്ടിണിപ്പാവമായ എന്നെ അവർ സ്വീകരിച്ചു. കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് നിക്കാഹ് ഉറപ്പിക്കാമെന്ന്. നിക്കാഹ് ഉറപ്പിക്കാന്ന് പറയുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, മഹർ കൊടുക്കേണ്ടി വരൂലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറൈദ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു പ്രമുഖനാണ്. ബുറൈദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബുറൈദ, റബീഅത്തിന് ഒരു കല്യാണ സംഗതി ഒത്തു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മഹർ കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്യണം. ബുറൈദ റളിയല്ലാഹു അൻഹു ഉടനെ അതിന് സംവിധാനം ഒരുക്കി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു മോതിരം സ്വർണത്തിൻ്റെത്. റബീഅത്ത് റളിയല്ലാഹു അൻഹു അത് സംഘടിപ്പിച്ച് ബുറൈദ റളിയല്ലാഹു അൻഹു അത് സംഘടിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട റബീഅത്തിന് കൊടുത്തു. അല്ലാഹ് ആ മോതിരവുമായി ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മഹർ കിട്ടിയിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിക്കാഹിൻ്റെ ഡേറ്റ് നിശ്ചയിക്കാം, നമ്മളെ ഭാഷ കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കാം. അപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, കല്യാണത്തിനൊക്കെ ആളുകളെ ക്ഷണിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ? അതിനെന്ത് ചെയ്യും? എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടി അതിനെന്ത് ചെയ്യും? എൻ്റെ കൂട്ടുകാരൊക്കെ സൽക്കരിക്കണ്ടേ? അപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും റബീഅത്തിനെ ബുറൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഒരു സൽക്കാരത്തിനുള്ള ഭക്ഷണത്തിന് സൗകര്യം ചെയ്യാം. ബഹുമാനപ്പെട്ട ബുറൈദ റളിയല്ലാഹു അൻഹു നല്ല ഒരു ആടിനെ സംഘടിപ്പിച്ചിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. റബീഅത്ത് റളിയല്ലാഹു അൻഹു ആടിനെ കഴുത്തിൽ കയറിട്ടിട്ട് ഇങ്ങനെ വരികയാണ്. കണ്ടവർ കൂട്ടുകാരൊക്കെ ചോദിച്ചു, റബീഅ, നിക്കാഹ് ഉറപ്പിച്ചോ? അങ്ങനെ ആ സന്തോഷത്തോടെ ആടിനെ മദീനത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നിക്കാഹ് സമയം വാർത്തയാവാണ്. ആ വാർത്തയാകുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഇറച്ചി മാത്രം കഴിക്കാൻ പറ്റുമല്ലോ, എന്തെങ്കിലുമൊക്കെ റൊട്ടിയോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഞാൻ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാൻ്റെ അടുത്ത് പോയി നോക്കുന്നു. അവിടെ മുത്തലക്കൻ ഉമ്മ എന്ന് പറഞ്ഞാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീബി പ്രായത്തിൽ വളരെ ചെറുപ്പമാണെങ്കിലും നബിതങ്ങളുടെ ഭാര്യയാണ്, മുസ്ലിം ലോകത്തിന് ഉമ്മയാണ്. ചിലപ്പോൾ സ്വന്തം വാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ആയിഷുവിനെ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പദവി. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയുടെ വാതിൽക്കൽ പോയി മുട്ടി ഉമ്മ എന്ന് വിളിച്ചു. സൗണ്ട് കേട്ടാൽ തന്നെ ആയിഷ ബീബിക്ക് അറിയാം മുത്തുനബിയുടെ ഖാദിമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിക്കാഹ് ചെയ്യാനുള്ള സമയമായി, അതിനു വേണ്ടി മഹർ കിട്ടിയിട്ടുണ്ട്, ആടിനെ കിട്ടിയിട്ടുണ്ട്, ഒരു റൊട്ടി ചുടാനുള്ള ഒരു സംഗതിയും അവിടെ ഇല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലാകെ എല്ലാ ഗോതമ്പ് സൂക്ഷിക്കുന്ന പട്ടിയൊക്കെ എടുത്ത് നോക്കി. എല്ലാ കൊട്ടയും തട്ടിയപ്പോൾ 7 സ്വാഴ് ഗോതമ്പുണ്ടായിരുന്നു അവിടെ. ആ ഗോതമ്പ് കൊടുത്തു. അല്ലാഹ്! റബീഅത്ത് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ആ ഗോതമ്പും എടുത്തുകൊണ്ട് ആ ആടിനെയും പിടിച്ചുകൊണ്ട് ആ നിക്കാഹിൻ്റെ സദസ്സിന് വേണ്ടി പോകുന്ന ഒരു രംഗം കിതാബ് ഇങ്ങനെ വായിക്കുമ്പോൾ അറിയാതെ കണ്ണുനീരിങ്ങനെ വരും. ആ തറവാട്ടുകാരായ അവരെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ആടിനെ അറുത്തിട്ട് ശരിയാക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തോളൂ, ഗോതമ്പ് അങ്ങോട്ട് തന്നളയും, അതുകൊണ്ടുള്ള പത്തിരിയോ റൊട്ടിയോ ഒക്കെ ഞങ്ങൾ തൊട്ടുതരാം.
അങ്ങനെ രണ്ട് കൂട്ടരും ചേർന്ന് അൽഹംദുലില്ലാഹ് ആ വിവാഹത്തിന്റെ സദ്യ ഒരുക്കിയിട്ട് അതാ റബീഅത്ത് റളിയല്ലാഹു അൻഹു ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, സൽക്കാരത്തിന്റെ സാധനങ്ങൾ, വലീമത്തിന്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, തങ്ങൾ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രമുഖ സ്വഹാബാക്കളും അടക്കം വന്ന് വളരെ സന്തോഷകരമായ ആ നിക്കാഹും ആ വലീമത്തിന്റെ സദ്യയും നടത്തിക്കൊടുത്തത് കിതാബിൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങൾ കാണാൻ സാധിക്കും നമുക്ക്. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ആദ്യ കാലഘട്ടം മുതൽക്കേ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുക, അന്യവൽക്കരിക്കപ്പെട്ടവനെ കൂടെ നിർത്തുക, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ സാധിക്കാത്ത ആളുകളെ നാം നല്ല പോലെ ചേർത്ത് പിടിക്കുക. അങ്ങനെ പാവപ്പെട്ടവരെയും അശരണരെയും അവശരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയുണ്ടാക്കി ഒരു ഇസ്ലാമിക് സൊസൈറ്റിയായി മദീനയെ മാറ്റിയെടുക്കുന്നത്. ഈ പാരമ്പര്യം നിലനിർത്തുകയാണ് 100 പ്രകാശ വർഷങ്ങളിലെ ഏറ്റവും പ്രകാശിക്കുന്ന കാര്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെയും ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ വലിയ പ്രസ്ഥാനം ആ പ്രകാശത്തെ കെടാവിളക്കായി നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ, അതേപോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സഹായത്തിൻ്റെ ഈ നിധി എല്ലാവർക്കും നൽകിക്കൊണ്ടാണ്, എല്ലാവരും കണ്ണീരൊപ്പിക്കൊണ്ടാണ് ഈ വിവാഹ സമയം, ഈ വിവാഹ സൽക്കാരം ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രസ്ഥാന കുടുംബം ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല ഭാഗ്യം നൽകി. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ പാടന്തറ മർക്കസാണ് ഇതിന് വേദിയായത്. അൽഹംദുലില്ലാ, അബ്ദുസ്സലാം മുസ്ലിയാർ ദേവസ്വയുടെ നേതൃത്വത്തിൽ ഇതൊരു ചെറുതായി ആരംഭിച്ച് ഇന്നിതൊരു വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന, കേരളം അറിയപ്പെടുന്ന ഒരു വലിയ സംരംഭമായി മാറിയപ്പോൾ അല്ലാഹുവേ, നീ ഇതിന് സഹായിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ എന്ന ദുആയോടെ, ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.